Namaskaram, namaskaram, namaskaram. Good morning to my all students, adults, അല്ലെങ്കിൽ adults ഇല്ലെങ്കിലും ആണെങ്കിലും. കാരണം ഏത് ഭാഷ ആയാലും മനുഷ്യന് പഠിക്കാൻ അത് ആഗ്രഹം കാണും. സോ ഇതിനെ ഏജ് ബേസിസ് ആയിട്ട് നമുക്ക് അന്ന് നോക്കാനൊന്നുമില്ല. സോ ആർക്കെങ്കിലും അഡൽട്ട് ആയാലും സ്റ്റുഡൻസ് ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പഠിക്കാൻ ഹിന്ദി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ. സോ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കണം. നമ്മുടെ ഇന്നലത്തെ ഫസ്റ്റ് ഹിന്ദി ക്ലാസ് നമ്മുടെ അക്ഷർമാല ആയിരുന്നു. വർണ്ണമാല അല്ലെങ്കിൽ സ്വർമാല എങ്കിൽ പറയാം. അത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഹിന്ദി പഠിക്കാൻ ബുദ്ധിമുട്ടാവും. എക്സാക്ട്ലി നമ്മൾ മലയാളത്തിൽ ഒരു അക്ഷർമാല ഉണ്ടല്ലോ, അതുപോലെ ഇതും. സാധാ ഭാഷയിൽ പറയാനാണെങ്കിൽ ABCD പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷ് എങ്ങനെ മനസ്സിലാവും? അക്ഷരം നമുക്ക് ആദ്യം അറിയണം. ഓക്കെ, സോ ഇപ്പോൾ ക്ലിയറായി കാണും ഞാൻ പറഞ്ഞത്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഹിന്ദി ട്യൂഷൻ വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഇത് ട്യൂഷന് പറയാം, ഹിന്ദി ക്ലാസ് എന്തായാലും ഏതായാലും എന്തെങ്കിലും അതിന് പറയാം. സോ സപ്പോർട്ടാണ് മാക്സിമം നമുക്ക് വേണ്ടത്. കാരണം എൻ്റെ നാട്ടിൽ ഞാൻ കുറേ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ട്യൂഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ തന്നെ ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ നമ്മൾ പുവർ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അത് നോക്കുമ്പം അന്നത്തെ കാലം കുറച്ച് ഫീസ് മാത്രം ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഇക്കണോമി വൈസ് അല്ലെങ്കിൽ ഇൻകം വൈസ് എല്ലാവർക്കും ഒരുപോലെ അവസ്ഥ ഇല്ലല്ലോ, ഏത് നാടായാലും അത്. സോ ഇവിടെയും കേരളത്തിലെ ഇതിന് ശേഷം ഞാൻ കണ്ടത് എല്ലാവർക്കും ഇൻകം വൈസ് എല്ലാവരും ഒരുപോലെ അല്ല. സോ എല്ലാവർക്കും ഫീസ് കൊടുക്കാൻ കാണത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സമയം കാണത്തില്ല. അതുപോലെ എനിക്കും ഒരു ജോലിയുണ്ട്. പക്ഷേ ട്യൂഷൻ പഠിപ്പിക്കാനാണെങ്കിൽ, ഹിന്ദി ട്യൂഷൻ പഠിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വേറെ ആരുടെ വീട്ടിൽ പോകാൻ വേണ്ടി എനിക്കും സമയം കാണത്തില്ല. ബിക്കോസ് എല്ലാവരും ഈ കാലം ഫുൾ ബിസി ജനറേഷനാണ്. ഒരുപാട് കോഴ്സ്, ഒരുപാട് സബ്ജക്ട്സ് കൂടിയിട്ടുണ്ട്. ഓഫീസ് ജോലിയാണെങ്കിൽ ഒരു 9 hours അല്ലെങ്കിൽ 8 hours എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യണം. ചില കടയിൽ 10 hours ജോലിയുണ്ട്. സോ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ, അതിന് എനിക്കും സമയം കിട്ടുന്നില്ല. ചില സ്റ്റുഡൻസ്ക്ക് ഇങ്ങോട്ട് വരാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ആണ്, അല്ലെങ്കിൽ യൂട്യൂബാണ്. സോ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇന്നലെ ഞാൻ കുറച്ച് അക്ഷർമാല പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, പറയണം. താഴെ ഒരു കോമെൻറ്റ് ബോക്സ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം. അതിലെ ഒന്നും അയക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടെ പറയണം, ആർക്കെങ്കിലും ഹിന്ദി പഠിക്കാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. കാരണം മനസ്സുകൊണ്ട് എനിക്ക് എല്ലാവർക്കും ഹിന്ദി പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങളോട് എനിക്ക് മലയാളം പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ഇന്നലെ ഞാൻ കുറച്ച് ബുക്കിനകത്താണ് ഞാൻ അക്ഷർമാല പഠിപ്പിച്ച് കാണിച്ചത്. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഒരു സ്കൂൾ ടീച്ചർ പോലെ വലിയ ഒരു വൈറ്റ് ബോർഡ് മുന്നേ നിന്നിട്ട് അക്ഷർമാല ഹിന്ദി നമുക്ക് പഠിക്കാം. ഓക്കെ, സോ അങ്ങനെ ഞാൻ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വളരെ ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചറാണ്. പക്ഷെ നിങ്ങൾക്ക് അത് സ്ട്രിക്റ്റ്നെസ് കാണാൻ പറ്റത്തില്ല. കാരണം നേരെ നമുക്ക് പഠിപ്പിക്കാനാണെങ്കിൽ, നേരെ ഇങ്ങോട്ട് വന്ന് പഠിക്കാനാണെങ്കിൽ എൻ്റെ സ്ട്രിക്റ്റ്നെസ് കാണാൻ പറ്റും. uh, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158
അത് കാരണമായിരിക്കും എൻ്റെ നാട്ടിൽ ഞാൻ കുറച്ച് പിള്ളേരിനെ പഠിപ്പിച്ച് അവർ ഒരു നല്ല ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. കാരണം ലൈഫിൽ നമുക്ക് രണ്ട് കാര്യം മസ്റ്റായിട്ട് വേണം. ഫസ്റ്റ് നമ്മുടെ പങ്ക്ച്വാലിറ്റി, ഫസ്റ്റ് സ്ട്രിക്റ്റ്നെസ്. സ്ട്രിക്റ്റ്നെസ് പങ്ക്ച്വാലിറ്റി തന്നെയാണ്, പക്ഷേ പിന്നെ വേറെ ഒരു സംഭവം മോറൽ വാല്യൂസ്. ഈ 2-3 കാര്യം നമുക്ക് നല്ല ഒരു ആളായിട്ട് നമ്മൾ വരും, ഗ്രോത്ത് ചെയ്യും, മുന്നോട്ട് പോകും ഡെഫിനറ്റ്ലി. സോ എൻ്റെ സ്ട്രിക്റ്റ്നെസ് എനിക്ക് ഓൺലൈൻ കാണിക്കാൻ പറ്റത്തില്ല, കുഴപ്പമില്ല. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു സ്ട്രിക്റ്റ്നെസ്, ഒരു പങ്ക്ച്വാലിറ്റി വേണം. സോ അത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഹിന്ദി പഠിക്കാൻ ഒരിക്കലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരിക്കലും ചിന്ത വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഞാൻ മലയാളം പഠിച്ചല്ലോ ഇത്രയേറെ. ഞാൻ പറയട്ടെ, എനിക്ക് ഉറുദു അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം. സോ ബിഹാരി പഞ്ചാബിക്ക് ഞാൻ മനസ്സിലാക്കി എടുക്കും. സോ അതിന് എന്തുവാ, സോ ഇത്രയും ഭാഷ ബേസിസ് വെച്ചിട്ട് എന്ന് വെച്ചാൽ കമ്പാരിസൺ വെച്ചിട്ട് ഞാൻ മലയാളം നോക്കുകയാണെങ്കിൽ മലയാളം ഈസ് എ വെരി ടഫ് ലാംഗ്വേജ്. പറയാനാണെങ്കിലും വായിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഇറ്റ്സ് എ വെരി ടഫ് ലാംഗ്വേജ്. സോ ഞാനൊരു ഹിന്ദിക്കാരിയായിട്ട് പഠിച്ചല്ലോ, അത് ബേസിസ് അത് കമ്പാരിസൺ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഹിന്ദി പഠിക്കാൻ ഒരിക്കലും വലിയ പാടൊന്നുമില്ല, വളരെ ഈസിയാണ്. ജസ്റ്റ് കോൺസെൻട്രേഷൻ വേണം. പിന്നെ വേറെ ഒരു കാര്യം, ഞാൻ ഇത്രയും മലയാളം പഠിച്ചത് സിനിമ കണ്ടിട്ടായിരുന്നു. അത് ദിലീപിൻ്റെ സിനിമ കണ്ടിട്ടായിരുന്നു. സോ ദിലീപ് ഓൾമോസ്റ്റ് എ വെരി ഹ്യൂജ് ആക്ടർ ആൻഡ് എന്താ പറയുക, ഭയങ്കര ഫേമസ് ആക്ടറാണ് ഈ നാടിൻ്റെ. സോ കോമഡി ആക്ടറായിട്ട് ഞാൻ ഒരുപാട് അവൻ്റെ സിനിമ കണ്ടിട്ട് ചിരിച്ചതാണ്. കാരണം എന്ന് വെച്ചാൽ സിനിമ കാണുമ്പം നമുക്ക് ഒരു താഴെ ഒരു ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വരുമല്ലോ, ആ സബ് ടൈറ്റിൽ വായിച്ചിട്ടാണ് ഞാൻ ഇത്രയും മലയാളം പഠിച്ചത്. പിന്നെ എൻ്റെ കൊളീഗ്സ്, എൻ്റെ ഹസ്ബൻഡ്, എല്ലാവരും അവരെന്താ സംസാരിക്കുന്നത്, എങ്ങനെ സംസാരിക്കുന്നത്, ഏതിൻ്റെ എന്താ മീനിങ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ എഴുതാൻ വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ വായിക്കാനും ബസ് ബോർഡൊക്കെ വായിക്കാനും എനിക്ക് അറിയാം. സോ ഹിന്ദി ഭാഷ അത്ര ബുദ്ധിമുട്ട് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് കോൺസെൻട്രേഷൻ വേണം, കൺസിസ്റ്റൻസി വേണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് പെട്ടെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കാര്യം എനിക്ക് പറയാനായിരുന്നു, അതുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മാക്സിമം പറയണം. ആർക്കെങ്കിലും ഹിന്ദി ക്ലാസ് പഠിക്കാനാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ജോലിക്ക് പോകാൻ സമയമായി. നല്ല കുട്ടി, നല്ല കുട്ടനായിട്ട് ഇരിക്കണം എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.